നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് അപേക്ഷയുടെ വിതരണവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ചില പത്രങ്ങളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ചെയർമാനെതിരെ വന്ന വാർത്ത വസ്തുതാവിരുദ്ധവും പ്രതിഷേധാർഹവുമാണെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് കഴിഞ്ഞ 1.5 വർഷം മുതൽ ഇക്കഴിഞ്ഞ ജൂൺ മാസം വരെ ലഭിച്ച 100ഓളം അപേക്ഷകൾ പരിശോധിച്ച ലിസ്റ്റ് ചെയ്ത് HMCയുടെ അംഗീകാരത്തോടെ ആശുപത്രിയുടെ ഡയാലിസിസ് വിഭാഗത്തിന് കഴിഞ്ഞ മാസമാണ് സമർപ്പിച്ചത്. പുതിയ ലിസ്റ്റിൽ ഉൾപ്പെട്ട 100ഓളം പേർക്ക് ഡയാലിസിസിന് അവസരം ലഭിക്കണമെങ്കിൽ നിലവിൽ ആശുപത്രിയുടെ ഡയാലിസിസ് സെന്ററിലെ സൗകര്യവും സാഹചര്യവും വെച്ച് മിനിമം 2 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന 128 പേരുടെ ലിസ്റ്റ് കഴിഞ്ഞ 3 വർഷം കൊണ്ടാണ് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഈ സാഹചര്യത്തിൽ നിലവിലെ ലിസ്റ്റിൽ നിന്നും പകുതി പേരെങ്കിലും തീർന്നതിന് ശേഷം മാത്രം പുതിയ അപേക്ഷകൾ നൽകിയാൽ മതിയെന്നും 1 വർഷം കഴിയാതെ പുതിയ അപേക്ഷകൾ സ്വീകരിക്കേണ്ടതില്ലെന്നുമാണ് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയുടെ കഴിഞ്ഞ മാസം 19 യോഗ തീരുമാനമാണ് നഗരസഭയും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനും നടപ്പിലാക്കിയിട്ടുള്ളത്. അല്ലാതെ ഒരാളുടെ സ്വന്തമായ തീരുമാനമോ അഭിപ്രായമോ അല്ലെന്നും അവർ വ്യക്തമാക്കി. കൂടാതെ പുതിയ ലിസ്റ്റിൽ നിന്നും ഒരാളെയും ഒഴിവാക്കുകയോ അപേക്ഷ നിരസിക്കുകയോ ചെയ്തിട്ടില്ല. നേരത്തെ ആശുപത്രിയിൽ നിന്ന് നൽകിയിരുന്ന അപേക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും വ്യക്തതയ്ക്കും വേണ്ടിയാണ് നഗരസഭയിലേക്ക് മാറ്റിയത്. വസ്തുതകൾ പരിശോധിക്കാതെയും ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് വിവരങ്ങൾ ആരായുകയും ചെയ്യാതെ ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്ത് പടച്ചുവിടുന്ന വാർത്തകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവാസ്തവവുമാണ്. ഇത്തരം സംഭവങ്ങൾ ഏതു ഭാഗത്തു നിന്നുണ്ടായാലും അവസാനിപ്പിക്കേണ്ടതാണെന്നും നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലടി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ്, വികസനകാര്യ ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ, ആരോഗ്യകാര്യ ചെയർമാൻ CP ഇസ്മായിൽ, പൊതുമരാമത്തുകാര്യ ചെയർപേഴ്സൺ CP സൂറാബി, HMC മെമ്പർമാരായ M അബ്ദുറഹ്മാൻ കുട്ടി, PK അബ്ദുൽ അസീസ്, MP ഇസ്മായിൽ, KM മൊയ്തീൻ കോയ, അയ്യൂബ് തലാപ്പിൽ എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.